വിചാരണ നീളുന്നതിന്റെ സാങ്കേതികത്വവും ജാമ്യത്തിന്റെ ആനുകൂല്യം വാങ്ങി പുറത്തിറങ്ങുന്ന ക്രിമിനലുകൾക്ക് കാര്യമായ മാറ്റമുണ്ടാകുന്നില്ല. പുറത്തിറങ്ങിയാലും ക്രിമിനൽ മനോഭാവത്തോടുകൂടി തന്നെയാണ് പലരും കഴിയുന്നത്. 2019 അനന്തു കൊലക്കേസ് പ്രതികൾ തന്നെയാണ് തലസ്ഥാന നഗരിയെ ഞെട്ടിച്ച അഖിൽ കൊലക്കേസ് പ്രതികൾ എന്നത് ഞെട്ടലോടെയാണ് കേരളം കേട്ടത്. അനന്തു കൊലക്കേസിലെ ക്രൂരത അത് ഭയാനകമായിരുന്നു. അനന്തു കൊലക്കേസിന്റെ നാൾ വഴികളിലൂടെ ാണ് തലസ്ഥാന നഗരിയെ ഞെട്ടിച്ച് അനന്തു എന്ന യുവാവിനെ ക്രൂരസംഘം നിഷ്ഠൂരം ഇല്ലാതാക്കിയത്. അഖിൽ കൊലക്കേസ് പോലെ തന്നെ മുൻവൈരാഗ്യം തന്നെയായിരുന്നു കൊലപാതകത്തിന്റെ പ്രേരണ. നാട്ടിലെ പ്രാദേശികോത്സവത്തിനിടെ പ്രതികളും അനന്തുവും തമ്മിൽ വാക്കേറ്റമുണ്ടായി. ഇരുകൂട്ടരും ഏറ്റുമുട്ടി. നെഞ്ചിനകത്ത് പകയുടെ കനലൊഴിച്ച് ക്രൂരക്കൂട്ടം അനന്തുവിനായി കാത്തിരുന്നു. പ്രതികളിൽ ഒരാളുടെ ജന്മദിനം. നാട്ടിലെ ഒരു ബേക്കറി കടയുടെ മുമ്പിൽ നിൽക്കുകയായിരുന്നു അനന്തു. ആൾക്കൂട്ടത്തിനിടയിൽ വെച്ച് തന്നെ ബൈക്കിൽ അനന്തുവിനെ സംഘം തട്ടിക്കൊണ്ടുവന്നു. ബർത്ത്ഡേ പാർട്ടിക്ക് ലഹരി സംഘം സെറ്റ് ചെയ്ത ആളൊഴിഞ്ഞിടത്തെത്തിച്ചു. ലഹരി സിരകളിൽ നിറഞ്ഞ പ്രതികൾക്ക് അനന്തുവിന്റെ വേദന കൊണ്ടുള്ള കരച്ചിൽ ലഹരിയായി. മനസാക്ഷി കുത്തില്ലാതെ മനുഷ്യത്വം തീണ്ടാത്ത അധമക്കൂട്ടം കേൾക്കുമ്പോൾ ഹൃദയം വിങ്ങുന്ന രീതിയിൽ ആ യുവാവിനെ മർദ്ദിച്ചു, ആക്രമിച്ചു. ദേശീയപാതയിൽ നിറമൺകരയ്ക്ക് സമീപമുള്ള കാടുപിടിച്ച സ്ഥലത്ത് കൊണ്ടുവന്നായിരുന്നു ആ മൃഗീയ കൃത്യം. മദ്യത്തിനും മയക്കുമരുന്നിനും അടിമകളായ ആ കൂട്ടം അനന്തുവിന്റെ 2 കൈനരമ്പുകളും മുറിച്ച് അനന്തുവിനെ ഇല്ലാതാക്കി. ലഹരിയുടെ ആർമാദത്തിൽ മാറി മാറി തല്ലി. കല്ലും കമ്പും കരിക്കും ഉപയോഗിച്ച് തല്ലി ചതച്ചു. സിഗരറ്റ് കുറ്റികൊണ്ട് കണ്ണ് പൊള്ളിച്ചു. ആ അഴിഞ്ഞാട്ടം 10 മണിക്കൂറോളം നീണ്ടുനിന്നു. വേദന കൊണ്ട് പൊളയുന്ന ആ യുവാവിന്റെ കരച്ചിൽ വീണ്ടും വീണ്ടും വേദനിപ്പിക്കാനുള്ള, ചോര ചീന്തിക്കാനുള്ള ഊർജമായി മാറി അവർക്ക്. അനന്തുവിന്റെ തലയിലും കൈയിലുമടക്കം ആഴത്തിലുള്ള 5 പരിക്കുകളാണ് ഉണ്ടായിരുന്നത്. മർദ്ദനത്തിൽ തലയോട്ടി തകർന്ന നിലയിലായിരുന്നു. ദേഹമാസകരമുണ്ടായ മുറിവുകളാണ് അനന്തുവിന്റെ മരണത്തിന് കാരണമായതെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. കൊലപാതകം നടന്ന മാർച്ച് മാസത്തിൽ തന്നെ 14 പ്രതികളും പിടിയിലായി. 72 ദിവസത്തിനകം പോലീസ് കുറ്റപത്രം സമർപ്പിച്ചു. കൊലപാതകം, തെളിവ് നശിപ്പിക്കൽ, SC/ST വിഭാഗങ്ങൾക്കെതിരായ അതിക്രമങ്ങൾ തടയൽ, ഗൂഢാലോചന എന്നിവയാണ് ചുമത്തിയിരുന്നത്. 128 സാക്ഷികളും 81 തൊണ്ടിമുതലുകളും 114 രേഖകളും പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ ഹാജരാക്കി. സാങ്കേതികത്വത്തിൽ വൈകുന്ന വിചാരണ, ജാമ്യത്തിന്റെ ആനുകൂല്യം. ഒരു നിഷ്ഠൂര കൊലപാതകം നടത്തിയ പ്രതികൾ പുറത്തിറങ്ങി. തെല്ല് മനസ്താപമില്ലാതെ ആ പ്രതികൾ അതേ ക്രിമിനൽ മനോഭാവം കൊണ്ടു നടന്നു. കൃത്യമായി ഇവരെ നിരീക്ഷിക്കുന്നതിൽ ഭരണ സംവിധാനത്തിന് വീഴ്ചയുണ്ടായി എന്ന് വേണം അനുമാനിക്കാൻ. വീണ്ടും പട്ടാപ്പകൽ നടുറോഡിൽ ഒരു യുവാവിന്റെ ജീവനെടുക്കാനുള്ള ഇടവേള മാത്രമായിരുന്നു പ്രതികൾക്ക് ജാമ്യ കാലാവധി. ന്യൂസ് ഡെസ്ക് 24. അനന്തു കൊലക്കേസിലെ മുഴുവൻ പ്രതികളുടെയും ജാമ്യം റദ്ദാക്കാനുള്ള നടപടികളുമായി പോലീസ് മുന്നോട്ട് പോവുകയാണ്. അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള കൃത്യങ്ങൾ വീണ്ടും ആവർത്തിക്കപ്പെട്ടേക്കും. കൃത്യമായ നിരീക്ഷണം അത് അനിവാര്യമാണ്. മറ്റു വാർത്തയിലേക്ക്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.